എല്ലാവർക്കും ജോഗ്രഫിയുടെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണിക്കും. പരമാവധി നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തതിന് ശേഷം ബാക്കി ക്ലാസ് കാണുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോഴും ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഇതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് അക്രോസ് ദി ബോഡി ഓഫ് വാട്ടർ കണക്റ്റിംഗ് ടു ലാർജ് ലാൻഡ് മാസസ് കോൾഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, പോസ് ചെയ്യുക, ഉത്തരം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ്തുമസ് ആണ്. അപ്പോൾ എന്താണ് ഇസ്തുമസ്, എന്താണ് സ്ട്രെയിറ്റ്, എന്താണ് ഒരു ഗൾഫ്, അല്ലെങ്കിൽ എന്താണ് ഒരു ബേ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയം വരാം. ഇതെല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം, എന്താണ് ഒരു സ്ട്രെയിറ്റ് എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഒരു സ്ട്രെയിറ്റ്, അപ്പോൾ ഇതാ എന്താണ് ഒരു സ്ട്രെയിറ്റ് എന്നാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഒരു ടു ലാർജ് ലാൻഡ് മാസ് ഉണ്ട്. ഇതൊരു ലാൻഡ് മാസ് ആണ്, ഇതും ഒരു എന്താണ്, ഒരു ലാൻഡ് മാസ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയിലുള്ള ഒരു നാരോ വാട്ടർ ബോഡിയാണ്, ഇതെന്താണ്, ഒരു വാട്ടർ ബോഡിയാണെന്ന് വിചാരിക്കുക. ഈ ഒരു നാരോ വാട്ടർ പാസേജിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നാരോ പാസേജ് ഓഫ് വാട്ടർ കണക്റ്റിംഗ് ടു ലാർജ് സീ ഓർ ഓഷൻ. അല്ലെങ്കിൽ ഇതാ നോക്ക്, ഇതൊരു ഓഷൻ ആണല്ലേ, ഇതുവരെ എന്താണ്, ഓഷൻ ആണ്. അപ്പോൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു നാരോ പാസേജ് ഓഫ് വാട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ എന്ത് ചെയ്യും, രണ്ട് ലാൻഡ് മാസുകളെ തമ്മിൽ എന്ത് ചെയ്യും, സെപ്പറേറ്റും ചെയ്യും എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, എന്താണ് ഒരു ഇസ്തുമസ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു അല്ലേ, ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണ് ഇസ്തുമസ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇസ്തുമസ് എന്ന് പറയുന്നത്, നമുക്കൊന്ന് അതിൻ്റെ ഒരു പടം വരയ്ക്കാം. ഇതൊരു ലാൻഡ് ആണെന്ന് വിചാരിക്കുക, ഇതും ഒരു ലാൻഡ് ആണ്. ഓക്കെ, ഈ ലാൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാരോ സ്ട്രിപ്പിനെയാണ്, സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോഴേ ഇസ്തുമസ് എന്ന് പറയുന്നത് എന്താണ്, എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കണക്റ്റിംഗ് ടു ലാർജ് ലാൻഡ് ഏരിയ ഓഫൺ സെപ്പറേറ്റിംഗ് ടു വാട്ടർ ബോഡീസ്. ഇതും എന്താണ്, ഒരു വാട്ടർ ബോഡിയാണ്. ഈ രണ്ട് വാട്ടർ ബോഡിയെ സെപ്പറേറ്റും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടു ലാൻഡ് മാസസിനെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പാണ് എന്തെന്ന് പറയുന്നത്, ഇസ്തുമസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, അതൊരു നാരോ പാസേജ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, ടു ലാർജ് ഓഷനെ എന്ത് ചെയ്യും, കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞത്, സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞത്. ഇതെന്താണ്, ഇസ്തുമസ് ആണ്. ഇനി എന്താണ് ഒരു ബേ, അതാണ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ബേ, അല്ലെങ്കിൽ ബേയും ഗൾഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും പടം ഒന്ന് വരയ്ക്കാം. അതാ, ഇതൊരു വാട്ടർ ബോഡിയാണ്, ഇതൊരു ലാൻഡ് മാസ് ആണ്. ഓക്കെ, ഇതാണ് ബേ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, ബേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഗൾഫ്, ഈ വരയ്ക്കുന്ന പടമാണ് ഗൾഫ്. ഇതെന്താണ്, വാട്ടർ ബോഡിയാണ്, ഇതെന്താണ്, ലാൻഡ് മാസ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗൾഫ് എന്ന് പറയുന്നത്. ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതെന്ന് പറയുന്നത്, ബേ എന്ന് പറയുന്നത് എ ബ്രോഡ് ഇൻലെറ്റ് ഓഫ് സീ വേർ ദി ലാൻഡ് കർവ്സ് ഇൻവേർഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലാൻഡ് മാസ് കാണും, ആ ലാൻഡ് മാസിന്റെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ഒരു ബ്രോഡായിട്ട് ഇത് ഉണ്ടാവും, ബ്രോഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഗൾഫിലേക്ക് വരുമ്പോൾ എന്താണ്, നല്ലോണം ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ബേ ഇത്തി കൂടെ വലുതാകുമ്പോൾ, ഇത്തി കൂടെ ഉള്ളിലോട്ട് വാട്ടർ ബോഡി കയറുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, ഗൾഫായിട്ടാണ് മാറുന്നത്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഗൾഫും ബേയും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ഐലൻഡ്. അത് നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ. ഐലൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. ഐലൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്മോൾ ലാൻഡിനെ എന്ത് ചെയ്യും, സറൗണ്ടഡ് ബൈ എന്താണ്, വാട്ടർ ആണെങ്കിൽ, വാട്ടർ ബോഡി ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, അതിനെയാണ് നമ്മളൊരു ഐലൻഡ് എന്ന് പറയുന്നത്.
ഇനി എന്താണ് ഒരു പെനിൻസുല? എന്താണ് ഒരു പെനിൻസുല? പെനിൻസുല പഠിക്കുമ്പോഴത്തേക്ക് പെനിൻസുല എന്ന് പറയുന്നത് ഒരു മെയിൻ ലാൻഡിന്, ഇപ്പൊ നമ്മൾ ഇന്ത്യ തന്നെ എടുത്തു നോക്ക്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏഷ്യയുടെ ഇത്രയും ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കിടക്കുന്നത്, അതായത് ഒരു സ്മോൾ ലാൻഡ് മാസ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് നമ്മുടെ ഓഷനിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, തള്ളിക്കിടക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസിനെയാണ് എന്തെന്ന് പറയുന്നത്, പെനിൻസുല എന്ന് പറയുന്നത്. പെനിൻസുല എന്ന് പറയുന്നത് എ പീസ് ഓഫ് ലാൻഡ് ഓൾമോസ്റ്റ് സറൗണ്ടഡ് ബൈ. അപ്പോഴും കണ്ടോ, ഇന്ത്യയുടെ താണ്ട് ഈ ഇത്രയും ഒരു ലാൻഡ് മാസ്, ഏഷ്യ എന്ന് പറയുന്ന മെയിൻ ലാൻഡിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന ഇന്ത്യയുടെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഏരിയ എന്ത് ചെയ്യുന്നു, സറൗണ്ടഡ് ബൈ വാട്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, പെനിൻസുല എന്ന് പറയും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ഡെൽറ്റ? എന്താണ് ഒരു ഡെൽറ്റ എന്ന് പറയുന്നത്? ഡെൽറ്റ എന്ന് പറയുന്ന ഒരു റിവർ ഒഴുകി അതിന്റെ മൗത്തിന്റെ ഭാഗത്ത് എന്ത് ചെയ്യും, സെഡിമെന്റ്സ് കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് രൂപപ്പെടുന്ന ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള എന്താണ് ലാൻഡ് മാസിനെ, ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ രൂപപ്പെടുന്ന ലാൻഡ് മാസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഒരു എസ്റ്റുറി? എസ്റ്റുറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈഡൽ മൗത്ത് ഓഫ് എ റിവർ വെയർ ഇറ്റ് മീറ്റ്സ് ദി സീ. അപ്പോഴൊരു ഒരു റിവർ എന്ത് ചെയ്യും, ഇവിടെ ഒരു സീ ഉണ്ട്, ആ സീയു ആയിട്ട് ചേരുന്ന ഈ ഒരു ഭാഗത്തെയാണ് എസ്റ്റുറി എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതിപ്പോൾ ഒരു ഓഷൻ ആണെങ്കിൽ ഇതൊരു റിവറാണ്, ആ റിവർ വന്ന് ചേരുന്ന ഈ ഒരു ഭാഗത്തെയാണ്, റിവർ വാട്ടറും ഓഷൻ വാട്ടറും കൂടെ തമ്മിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, എസ്റ്റുറി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഓഷൻ വാട്ടർ എന്താണ്, സാൾട്ട് ആണ് അല്ലേ, അതേ സമയത്ത് റിവർ വാട്ടർ എന്താണ്, ഫ്രഷ് വാട്ടർ ആണ് അല്ലേ. അപ്പം ഇത് തമ്മിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം, ഈ മീനിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫിഷിന്റെ ഒക്കെ ആക്ടിവിറ്റീസ് എന്തായിരിക്കും, കൂടുതൽ ആയിരിക്കും എന്നും എന്ത് ചെയ്യാം, നോക്കി വെക്കാം. ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യനും ആ ഒരു ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രീനിച്ച് മീൻ ടൈം ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗ്രീനിച്ച് മീൻ ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? നിങ്ങൾക്ക് എളുപ്പമായിട്ട് അറിയാവുന്നതായിരിക്കും. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, 5 hours and 30 minutes ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോഴേ ഡെഡ് ലൈൻ ഉണ്ടല്ലേ, ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് എടുക്കും, ആ രാജ്യത്തിൻ്റെ ഡെഡ് ലൈൻ ആയിട്ട് എടുക്കും. ഇന്ത്യയുടെ അങ്ങനെ എടുത്തിരിക്കുന്ന ഡെഡ് ലൈനിൻ്റെ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, 82.30 അല്ലെങ്കിൽ 82.5 ഡിഗ്രി ഈസ്റ്റിനെയാണ്, 82.5 ഡിഗ്രി ഈസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഡെഡ് ലൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്ന എന്താണ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്സും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ആദ്യം എന്താണ്, ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ എന്താണ്, മധ്യപ്രദേശിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒറീസ അല്ലെങ്കിൽ ഒഡീഷ, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, എല്ലാ സ്റ്റേറ്റ്സിലൂടെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഇത് കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് എന്താണ്, മിർസാപൂർ എന്നും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. മിർസാപൂറിൽ കൂടെയാണ് ഇതെന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ആ ഒരു സ്ഥലം കൂടെ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാവുന്ന, അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ നോക്കി. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡാണ് ഏതെന്ന് പറയുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ എത്രയാണ്, 23.5 ഡിഗ്രി ആണ് അല്ലേ. 1/2 ഡിഗ്രി ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് കടന്നു പോകുന്ന സ്റ്റേറ്റ്സും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെക്കുക. ഇപ്പോഴാണ് ഈ ഒരു ലൈൻ കടന്നു പോകുന്ന നോക്കൂ, ഗുജറാത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, മധ്യപ്രദേശിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം, അതുപോലെ തന്നെ ത്രിപുര എന്നീ സ്റ്റേറ്റ്സ് കൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കടന്നു പോകുന്നുണ്ട്. ഇത്രയും സ്റ്റേറ്റ്സിൻ്റെ പേര് പഠിച്ച് വെക്കുക. ആണെങ്കിൽ തന്നെ രാജസ്ഥാൻ്റെ കുറച്ച് ഭാഗത്തിലൂടെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കടന്ന് പോകുന്നുണ്ട്. അപ്പോഴേ അതെന്ത് ചെയ്യുക, വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അതായത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏറ്റവും എൻഡ് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്, ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അത് കണക്ക് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ഓഫ് ഇന്ത്യ, അത് കണക്ക് തന്നെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അതായത് നോർത്ത് സൗത്ത് എക്സ്റ്റൻഷൻ എത്രയാണ്, ഡിഗ്രി എത്രയാണ്, നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഗ്രി എത്രയാണ്, അത് കണക്ക് തന്നെ ലാറ്റിറ്റ്യൂഡിനൽ ഡിഗ്രി എത്രയാണെന്ന് നോക്കി വെക്കണം. ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷനും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷനും. അതിന് മുമ്പ് ഞാൻ പറയാം, ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ് ഇന്ദിരാകോളാണ്. അതുപോലെ തന്നെ സദേൺ മോസ്റ്റ് പോയിന്റ് 2 പോയിന്റുകളാണ് ഉള്ളത്. നമുക്ക് പഠിച്ചു വെക്കേണ്ടത് 2 പോയിന്റുകളുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മെയിൻലാൻഡിന്റെ പോയിന്റ് എന്താണ്, സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യസ് മെയിൻലാൻഡ് എന്ന് പറയുന്നത് കേപ്പ് കമോറിനാണ്. അത് നമ്മുടെ കന്യാകുമാരി ഭാഗത്താണ്. കന്യാകുമാരി ഭാഗത്തുള്ള കേപ്പ് കമോറിനാണ് ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ്, മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതേസമയം ഇന്ത്യ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സദേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്, ഇന്ദിരാ പോയിന്റ് ആണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. നോർത്ത് ആണെങ്കിൽ ഏതാണ്, നോർത്തേൺ ആണെങ്കിൽ ഇന്ദിരാ കോളാണ്. അതുപോലെ സൗത്ത് ആണെങ്കിൽ എന്താണ്, ഇന്ദിരാ പോയിന്റ് ആണ്. ഇതെന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അതാണെങ്കിൽ തന്നെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റും ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റും ഉണ്ട്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ഇതാണ് അല്ലേ, ഇതാണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, കിബിത്തു ആണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുഹാർ ബൂട്ടിയാണ്. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും അത് കണക്ക് തന്നെ മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് ടിപ്പും കൂടെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ല? അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാണ്, ഒത്തിരി സ്പീഡിലാണ് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ സ്പീഡ് ഒന്ന് അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുക, കേൾക്കാം. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ദ ഔട്ടർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ്. ഓക്കെ, അതിൻ്റെ ഉത്തരം നിങ്ങൾ ഒന്ന് നോക്കിയേ. അതിൻ്റെ ഉത്തരം ഏതാണ്? ഔട്ടർ മോസ്റ്റ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ശിവാലിക്കിനെയാണ് ഔട്ടർ മോസ്റ്റ് ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹിമാലയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, നോർത്തേൺ മൗണ്ടെയ്ൻസ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാം. ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോർത്തേൺ മൗണ്ടെയ്ൻസിനെ നമ്മൾ പ്രധാനമായിട്ട് 3 തിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, പൂർവാചൽ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ലഡാക്ക്, സസ്കർ, കൈലാഷ് അല്ല, കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതെന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. മെയിൻ ഹിമാലയയുടെ പാർട്ടുകൾ ഏതാണ്? ഗ്രേറ്റ് ഹിമാലയ, ലെസർ ഹിമാലയ, അത് കണക്ക് തന്നെ ശിവാലിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൽ തന്നെ ഈ ഗ്രേറ്റർ ഹിമാലയക്ക് ഹിമാദ്രി, ഹിമാചൽ, അതുപോലെ തന്നെ ശിവാലിക്കെന്നും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവാചൽ എന്ന് പറയുന്നത് നമ്മളെ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് ആണ്. ആ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് ഈ പൂർവാചൽ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസിനെയാണ്. ഓക്കെ, ഈ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് ഏതൊക്കെയാണ്? പട്കായിബം, നാഗാ ഹിൽസ്, മീസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്. ഇതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെക്കുക. അതിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. കിടക്കുന്നു കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് 3നെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ കണക്ക് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സദേൺ ഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക് റേഞ്ചസ് എന്ന് പറയുന്നത്. കണക്ക് തന്നെ ഈ ഒരു ഭാഗം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ്, ഖാരോ, ഖാസി, ജയന്തിയ ഹിൽസ് ഒക്കെ കിടക്കുന്നു. ഇതെന്ത് ചെയ്യുക, പട്കായിബം, മീസോ ഹിൽസ്, നാഗാ ഹിൽസ് ഒക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എന്തായാലും ആ ഒരു ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കാം. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ മെയിനായിട്ട് പിന്നെയുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഏതാണ്, നോർത്തേൺ മൗണ്ടെയ്ൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻ പഠിക്കുന്നുണ്ട്. നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മളെ നോർത്തേൺ മൗണ്ടെയ്ൻസിന്റെ തൊട്ട് താഴെയായി കിടക്കുന്ന ഈ ഒരു ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്.
ആ നോർത്തേൺ പ്ലെയിനിൻ്റെ തൊട്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്സ് കാണപ്പെടുന്നുണ്ട്. ഡെസേർട്സ്, ഈ ഡെസേർട്സിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ എത്ര ടൈപ്പ് ഡെസേർട്ട് ഉണ്ട്? 2 ടൈപ്പാണുള്ളത്. ഒന്ന് കോൾഡ് ഡെസേർട്ടും ഒന്ന് ഹോട്ട് ഡെസേർട്ടും. ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഈ ഭാഗത്തായിട്ട് ലഡാക്കിലായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കോൾഡ് ഡെസേർട്ട് കാണപ്പെടുന്നത്. ഹോട്ട് ഡെസേർട്ട് തന്നെയാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ആയിട്ടുള്ള ഏതാണ്? ഥാർ ഡെസേർട്ടാണ് എന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയും ഭാഗത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഈ ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഏരിയനെയാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ട്രയാങ്കുലാർ ഷേപ്പ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസിൽ പഠിക്കും. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കേട്ട് വയ്ക്കുക. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഐലൻഡ്സ് ആണ്. അടുത്ത എന്തുണ്ട്? ഐലൻഡ്സ് ഉണ്ട് ഇന്ത്യയിൽ. എന്താണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ഉണ്ട്, ലക്ഷദ്വീപ് ഐലൻഡ്സും ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത് തന്നെ എന്തുണ്ട്? നമ്മുടെ 2 സൈഡിലായിട്ട് കോസ്റ്റുകളുണ്ട്. കോസ്റ്റൽ റീജിയൻ ഉണ്ട്, കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്. കോസ്റ്റൽ പ്ലെയിന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെയും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയ? ഞാൻ നേരത്തെ പറഞ്ഞ ഹിമാലയമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയത്തിലെ സെക്കൻഡ് എന്താണ് ഹയസ്റ്റ് പീക്കാണ് അടുത്ത ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. അതിൻ്റെ ഉത്തരം ഏതാണ്? മൗണ്ട് K2 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഹയസ്റ്റ് പീക്കാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യയിലല്ല, സോറി, ഹിമാലയത്തിലെ. ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് അത് മാറും. നമ്മൾ ഹിമാലയത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് പീക്ക് ഏതാണ്? മൗണ്ട് K2 ആണ്. അതേസമയം ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏത് തന്നെയാണ്? നമ്മുടെ മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. ഇത് ഇന്ത്യയിലേക്ക് വരുമ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയ മൗണ്ടൻ പീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മൗണ്ട് K2 ആണ്. പക്ഷെ അതവിടെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ എന്താണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ POKയിലാണ് ഏത് കാണപ്പെടുന്നത്? ഈ മൗണ്ട് K2 കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് പീക്ക് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കാഞ്ചൻജംഗയാണ് എന്നും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ മൗണ്ട് എവറസ്റ്റ് എത്രയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? 8848. ഇത്രയും കിലോമീറ്റേഴ്സാണ്, ഇത്രയും മീറ്റേഴ്സാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ട് K2ൻ്റെതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. 8586. പഠിക്കാൻ എളുപ്പമാണ്. മൗണ്ട് എവറസ്റ്റിൻ്റെ 8848ഉം K2ൻ്റെത് 8586ഉം ആണ്. അപ്പോൾ കാഞ്ചൻജംഗയും കൂടെ പഠിച്ചു വയ്ക്കുക. കാഞ്ചൻജംഗ ആണ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയുടെ ഹൈറ്റും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. 8516. 8516 സോറി 85 ഇതിൻ്റെ മൗണ്ട് K2ൻ്റെത് 8511 ആണ്. 8611 ആണ്. ഞാൻ പറഞ്ഞതിലൊരു ജസ്റ്റ് മിസ്റ്റേക്ക് വന്നതാണ്. മൗണ്ട് K2ൻ്റെത് 8611ഉം അതുപോലെ തന്നെ കാഞ്ചൻജംഗയുടെ ആണ് എത്രയെന്ന് പറയുന്നത്? 8586 എന്നും പറയുന്നത്. അന്ന് പറഞ്ഞത് മാറിപ്പോയതാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക. ഞാൻ ഒന്നും കൂടെ പറയാം. മൗണ്ട് എവറസ്റ്റിൻ്റെത് എത്രയാണ്? 8848 ആണ്. അതുപോലെ തന്നെ മൗണ്ട് K2ൻ്റെത് 8611 ആണ്. അതുപോലെ തന്നെ കാഞ്ചൻജംഗയുടേത് എത്രയാണ്? 8586 ആണ്. ഇത്രയും മീറ്റേഴ്സ് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കുമയൂൺ ഹിമാലയാസ് അക്കോർഡിംഗ് ടു ദി ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷൻ ഓഫ് ഹിമാലയ. ഹിമാലയത്തിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഡിവിഷനാണ് ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് അവയുടെ നദികളുടെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷനാണ്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുമയൂൺ ഹിമാലയാസ് ലൈസ് ബിറ്റ്വീൻ ഓഫ് ദി ഫോളോയിങ് 2 റിവേഴ്സ്. ഏതാണ് ആ താഴത്തെ ഏതൊക്കെ റിവർ തമ്മിൽ ഇടയിൽ കാണപ്പെടുന്നതാണ് കുമയൂൺ ഹിമാലയാസ് എന്ന് പറയുന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സത്ലജ് ആൻഡ് കാളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്കഷൻസ് നോക്കാം നമുക്ക്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഹിമാലയാസിനെ എന്താണ് ഈസ്റ്റ് വെസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഹിമാലയാസിനെ നമ്മൾ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? ഒന്ന് പഞ്ചാബ് ഹിമാലയ,
2 കുമയൂൺ ഹിമാലയ, അതേ കണക്ക് തന്നെ നേപ്പാൾ ഹിമാലയ, അതുപോലെ തന്നെ ആസാം ഹിമാലയ എന്നിങ്ങനെ 4ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസിൻ്റെയും അതുപോലെ തന്നെ സത്ലജിൻ്റെയും ഇടയിലാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചാബ് ഹിമാലയ എന്ന് പറയുന്നത്. ഇൻഡസിൻ്റെയും സത്ലജിൻ്റെ ഇടയിലുള്ള അത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പഞ്ചാബ് ഹിമാലയ. അതുപോലെ തന്നെ സത്ലജിൻ്റെയും ഈ ഒരു കാളി റിവറിൻ്റെയും ഇടയിലുള്ള അത്രയും ഭാഗത്തെ കുമയൂൺ ഹിമാലയ എന്ന് പറയും. അപ്പോൾ കുമയൂൺ ഹിമാലയ ആയിരുന്നല്ലോ നമ്മുടെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഏതാണ്? സത്ലജ്, കാളിയാണ്. അതുപോലെ തന്നെ നേപ്പാൾ ഹിമാലയ എന്ന് പറയുന്നത് ഈ കാളിക്കും ടീസ്റ്റ റിവറിനും ഇടയിലുള്ള അത്രയും ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, നേപ്പാൾ ഹിമാലയ എന്ന് പറയുന്നത്. ഓക്കെ, അതേ കണക്ക് തന്നെ ടീസ്റ്റയ്ക്കും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര അല്ലെങ്കിൽ നമ്മളെ ദിഹാങ്, ബ്രഹ്മപുത്ര ദിഹാങ് ഏരിയ ആണ്. നമ്മളെ ഈ ബ്രഹ്മപുത്ര ഇങ്ങനെ വന്നിട്ട് ഈ വഴി ഇറങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു ദിഹാങ് റിവറിനും ഇടയിലുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആസാം ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിവിഷൻ, ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷൻ ആണ് ഇത്. ആ ഒരു ഡിവിഷൻ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് റിവർ മീറ്റ്സ് അളകനന്ദ റിവർ അറ്റ് ദേവപ്രയാഗ് ടു ഫോം ദി റിവർ ഗംഗ. ഗംഗ ഉണ്ടാകുന്നത്, അതായത് നമ്മളെ പഞ്ചപ്രയാഗിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഭഗീരഥിയാണ്. അപ്പോൾ നമ്മൾ പഞ്ചപ്രയാഗിനെ പറ്റിയാണ് നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഞ്ചപ്രയാഗ് അതായത് നമ്മുടെ ഏത് റിവറാ, അളകനന്ദ റിവറിലേക്ക് വന്നു ചേരുന്ന നദികളുടെ ആ ഒരു സംഗമസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പ്രയാഗുകളുണ്ട്. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യം അളകനന്ദയിലേക്ക് വന്നു ചേരുന്നത് ഏതാണ്? ഈ ഒരു ധൗളി ഗംഗയാണ്. അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷ്ണുപ്രയാഗ്. അപ്പോൾ ഒന്നാമത്തേതാണ് വിഷ്ണുപ്രയാഗ്. അടുത്തത് വീണ്ടും ഈ അളകനന്ദ ഇങ്ങനെ ഒഴുകി വന്ന് അതിലേക്ക് ഒരു നന്ദാകിനി റിവർ എന്ത് ചെയ്യുന്നു, വന്നു ചേരുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് നന്ദപ്രയാഗ്. എന്താണ്? നന്ദപ്രയാഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? നന്ദപ്രയാഗ്. ഇനി അതുപോലെ തന്നെ വീണ്ടും ഈ അളകനന്ദ റിവർ ഇങ്ങനെ ഒഴുകുന്നു, അതിലേക്ക് ഈ പിണ്ടാർ ഗംഗ വന്നു ചേരുന്നു. പിണ്ടാർ ഗംഗ വന്നു ചേരുന്ന ആ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കർണപ്രയാഗ്. അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ അളകനന്ദ ഒഴുകുകയാണ്, അതിലേക്ക് മന്ദാകിനി റിവർ എന്ത് ചെയ്യുന്നു, വന്നു ചേരുന്നു. അതിനെ വിളിക്കുന്ന പേര് രുദ്രപ്രയാഗം. അതുപോലെ തന്നെ വീണ്ടും അതിലേക്ക് നമ്മളിപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് ഭഗീരഥി റിവർ വന്നു ചേരുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദേവപ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ദേവപ്രയാഗ് എന്ന് പറയുന്നത് ഭഗീരഥി റിവർ വന്ന് ചേരുന്ന സ്ഥലമാണ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പഠിച്ചു വയ്ക്കുക. ആ പഞ്ചപ്രയാഗുകൾ ഓരോന്നായിട്ട് പഠിച്ചു വയ്ക്കുക. വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ് ആൻഡ് ദേവപ്രയാഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ റേഡിയോ ട്രാൻസ്മിഷൻ വർക്ക്സ് ഇൻ വിച്ച് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഈ ചോദ്യം ഏതാണ്? ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഉത്തരം ഏതാണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിലാണ് റേഡിയോ ട്രാൻസ്മിഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് തെർമോസ്ഫിയറിൽ എന്തുണ്ട്? അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ആ അയണോസ്ഫിയറിൽ അയോൺസ് കൂടുതലായിട്ട് കാണപ്പെടും. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലെയേഴ്സ് ആക്കി എന്ത് ചെയ്യാം നോക്കാം. ആദ്യത്തെ ലെയർ ഏതാ? ഏറ്റവും നമ്മുടെ ഭൂമിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ലെയർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും കുറച്ച് ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക നോക്കുക. നമ്മുടെ ജീവജാലങ്ങളും മറ്റ് നാച്ചുറൽ ഫിനോമിനൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവിടെയാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. അതെന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. മീസോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മീസോസ്ഫിയർ ആണ് ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ആ ലെയർ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഈ മീറ്റിയോസ് ഒക്കെ വന്നിട്ട് കത്തി എരിഞ്ഞ് തീരുന്നത്. ഈ ഒരു ഏരിയയിലാണ്. അടുത്ത ഇനി തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മളെ കമ്മ്യൂണിക്കേഷന്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള റേഡിയോ ട്രാൻസ്മിഷൻസിന് ഉള്ള ആ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് സാറ്റലൈറ്റിൻ്റെയൊക്കെ കുറച്ച് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഒക്കെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഈ അറോറ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കാണപ്പെടുന്നത്. അറോറ എന്ന് പറയുന്ന ഫിനോമിനൻ
രൂപപ്പെടുന്നത് ഈ ഒരു തെർമോസ്ഫിയറിലെ അയണോസ്ഫിയർ എന്ന് പറയുന്ന ഏരിയയിലാണ്. അവിടെ അയോഡുകൾ കാണപ്പെടുന്നു. അതിന്റെ ഫലമായിട്ടാണ് അവിടെ ആറോറ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ദി മോസ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഫൗണ്ട് ഇൻ ദി എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എന്താണ് ചോദിച്ചിരിക്കുന്നത്? മെറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഓക്കെ, അപ്പോഴതിൻ്റെ ഉത്തരം നോക്കാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അലുമിനിയം ആണ്. മെറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? അലുമിനിയം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മേജർ എലമെന്റ്സ് ഇൻ ദി എർത്ത് ക്രസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി വെക്കേണ്ടത് എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓക്സിജൻ ആണ്. അതുപോലെ തന്നെ മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അത് എന്തുമാണ്? അലുമിനിയം ആണ്. എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജനും, മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അലുമിനിയവും ആണ്. അതെന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ബാക്കിയും കൂടെ എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് മാഗ്മ. ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇന്റീരിയർ ഓഫ് എർത്ത് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഏതാ? മാൻഡിലാണ്. ഏതാണ് ഉത്തരം? മാൻഡിലാണ്. മാഗ്മ കാണപ്പെടുന്ന എവിടെയാണ്? എർത്തിന്റെ മാൻഡിലാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ലെയേഴ്സ്, എർത്തിന്റെ ഇന്റീരിയർ ഓഫ് എർത്തിനെ പറ്റി ഒന്ന് നോക്കാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട് അല്ലേ? ഈ 2 ടൈപ്പ് ക്രസ്റ്റുകളാണ് ഉള്ളത്. അതിൽ ഏത് ക്രസ്റ്റ് ആണ്? അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പ് ലേസ് പറയുന്നതിന് മുമ്പ് അതിൻ്റെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് പറയാം. നമ്മുടെ എർത്തിന്റെ ഈ ഒരു ഇന്റീരിയറിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് പോകും തോറും എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ടെമ്പറേച്ചറും ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റീരിയർ ഓഫ് എർത്ത്, എർത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചറും ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് പാർട്സ് നോക്കാം. എർത്തിന്റെ ഇന്റീരിയറിന്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്ന ക്രസ്റ്റ് ആണ്. അടുത്ത മാൻഡിലാണ്. അടുത്ത ഏതാണ്? മാൻഡിലാണ്. മാൻഡിലിനകത്തുള്ള പ്രത്യേകത എന്താണ്? മാൻഡിലാണ് ഈ അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. ഇവിടെയാണ് ഈ മോൾട്ടൺ സ്റ്റേറ്റിൽ എന്ത് കാണപ്പെടുന്നത്? എർത്തിന്റെ ആ ഒരു പാർട്ട് കാണപ്പെടുന്നത്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. മാഗ്മ കാണപ്പെടുന്നത്, മോൾട്ടൺ സ്റ്റേറ്റിലുള്ള മാഗ്മ കാണപ്പെടുന്നത് അസ്തനോസ്ഫിയറിലാണ്. അത് നമ്മുടെ മാൻഡിലിന്റെ പാർട്ടാണ്. അടുത്ത 3 എന്ന് പറയുന്നത് കോറാണ്. കോറിനെയും 2ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തിരിക്കുന്നത്. ഇന്നർ കോറും ഔട്ടർ കോറും. സോറി, ഇന്നർ കോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡും ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിന്റെ ഇന്നർ പാർട്ട് അല്ലെങ്കിൽ അകത്ത് ഒരു ഗോളാകൃതിയിൽ എന്താണ്? ഒരു സോളിഡ് ആണ്. അതിന്റെ പുറം ഭാഗം എന്താണ്? ലിക്വിഡും ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് പാർട്ടിലേക്ക് പോകാം. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിന്യൂറ്റി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിൽ പറയാനുള്ള സമയത്തിൻ്റെ ഒരു ഇതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കണ്ടിന്യൂറ്റീസ് ഓഫ് എന്താണ്? ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് എന്ത് ചെയ്യുക? നോക്കി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺ 21st March to 23rd September sun rays are perpendicular on the equator due to which length of day and night are equal. സോറി, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺ 21st March മുതൽ 23rd September വരെ സൺറൈസസ് എന്താണ്? പെർപെൻഡിക്കുലർ ടു ഇക്വേറ്റർ ആണ്. ഈ ഒരു ഡേ അറിയപ്പെടുന്ന പേരെന്താണ്? ഈ ഒരു സമയത്ത് എന്താണ്? ലെങ്ത് ഓഫ് ദി ഡേയ്സും നൈറ്റ്സും എന്താണ് ഈക്വൽ ആണ്. ഈ ഒരു ഡേ പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. എന്താണ്? ഇക്വിനോക്സ്. എന്താണ് ഉത്തരം? ഇക്വിനോക്സ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോഴും നമ്മുടെ ഭൂമി, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്, അത് കണക്ക് തന്നെ എന്തും ചെയ്യുന്നുണ്ട്? സ്വയം അത് കറങ്ങുന്നുമുണ്ട്. അതുപോലെ തന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ട് ചെയ്യുന്നതുകൊണ്ട്, ചുറ്റുന്നതുകൊണ്ട്. അപ്പോൾ അതുമൂലം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. അതിൽ 2 എന്ന് പറയുന്നത് ഇക്വിനോക്സ്. ഇക്വിനോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം എർത്ത് ഇതാണെന്ന് വിചാരിക്കുക. എർത്തിന്റെ ഇത് ഇക്വേറ്റർ ആണ്. ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഇതെന്താണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ എർത്തിന്റെ
ഇവിടെ സൺലൈറ്റ് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് എവിടെ വരുമ്പോഴത്തേക്ക് ഇക്വേറ്ററിൽ വരുമ്പോഴത്തേക്ക് അവിടെ സൺലൈറ്റ് എന്ത് ചെയ്യും, ഡയറക്റ്റ് എവിടെ തന്നെയാണ് വരുന്നത്, ഇക്വേറ്ററിലാണ്. ആ ദിവസങ്ങളാണ് ഈ മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ഡേ ആണ് എന്തെന്ന് പറയുന്നത്, ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഇക്വിനോക്സ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ടൈമില്, അതായത് ഈ ഒരു മാർച്ച് 21 സെപ്റ്റംബർ 21 ദിവസങ്ങളിൽ നമ്മുടെ എർത്തില് 2 ഹെമിസ്ഫിയറിലും, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ അല്ലേ, ആ 2 ഹെമിസ്ഫിയറിലും അനുഭവപ്പെടുന്ന ഡേയുടെയും നൈറ്റിന്റെയും ഡ്യൂറേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ഡേയ്സിനെയാണ് ഈക്വിനോക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സണ്ണ് എന്ത് ചെയ്യും, മാർച്ച് കഴിഞ്ഞ് ജൂണിലേക്ക്, ജൂൺ 23 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് എവിടെ എത്തും, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തും. ആ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ ഒരു ഡേ ആണ് ജൂൺ 22 എന്ന് പറയുന്ന ആ ഒരു സമയത്ത് സൺലൈറ്റ് ഡയറക്റ്റ് എവിടെയായിരിക്കും, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കായിരിക്കും അടിക്കുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൺ എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണല്ലേ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അവിടെ ഡേയുടെ ഡ്യൂറേഷൻ എന്തായിരിക്കും, കൂടുതലും, നൈറ്റ് എന്തുമായിരിക്കും, കുറവുമായിരിക്കും. ഓക്കെ, അതേസമയം അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. എന്നിട്ട് വീണ്ടും സൺ എന്ത് ചെയ്യും, സഞ്ചരിച്ച് സെപ്റ്റംബർ 23 വീണ്ടും എവിടെ തന്നെ തിരിച്ചെത്തും, നമ്മുടെ ഇക്വേറ്റർ തിരിച്ചു വരും. അവിടെ വീണ്ടും നേരത്തെ പറഞ്ഞ കണക്ക് ഈക്വിനോക്സ് നടക്കും. അത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് വരും, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലേക്ക് വരും. ആ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യും, സൺലൈറ്റ് ഡയറക്റ്റ് എവിടെ അടിക്കും, ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ അടിക്കും. ആ ദിവസത്തെയാണ് ഡിസംബർ 23 എന്ന് പറയുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഏത് ഹെമിസ്ഫിയറിൽ, നമ്മുടെ നോർത്തേൺ, നമ്മളെപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയർ വെച്ച് തന്നെ പഠിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് വരും, ഡേയുടെ ഡ്യൂറേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും, നൈറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നും പഠിച്ച് വെക്കുക. പിന്നെ അവിടെ ഈ ഒരു എർത്തിന്റെ റൊട്ടേഷൻ റെവല്യൂഷനും കാരണം ഉണ്ടാകുന്ന നമ്മുടെ ഒരു വേറെ ഒരു ഇതാണ് ക്ലൈമറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വിന്റർ, സ്പ്രിങ്, സമ്മർ, ഓട്ടം. അതായത് സണ്ണ് ഇക്വേറ്ററിൽ നിന്ന് മാർച്ച് 21 ഇക്വേറ്ററിൽ നിന്ന് എവിടേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുമ്പം ആ ഒരു ഡ്യൂറേഷൻ, അതായത് മാർച്ച് 21 മുതൽ ജൂൺ 22 വരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആയിരിക്കും. അതിനുശേഷം വീണ്ടും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് വീണ്ടും എവിടെ തന്നെ എത്തും, നമ്മുടെ സെന്റർ ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചെത്തും. ആ ഒരു സമയം, അതായത് ജൂൺ 23 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, സമ്മർ ആയിരിക്കും. അതിനുശേഷം എങ്ങോട്ട് പോകും, ഡിസംബർ 23 പോകുമ്പോൾ അവിടെ ഓട്ടം ആയിരിക്കും. അതുപോലെ തന്നെ വീണ്ടും കറങ്ങി എവിടെ തന്നെ തിരിച്ചെത്തും, നമ്മുടെ ഇക്വേറ്ററിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ എന്തുണ്ടാവും, വിന്റർ അനുഭവപ്പെടും. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതിൽ നിന്ന് ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് ചോദ്യങ്ങൾ വരാം. എന്നാണ് വിന്റർ സോൾസ്റ്റേസ്, സമ്മർ സോൾസ്റ്റേസ്. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ ഇക്വേറ്ററിലേക്ക് എത്തുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതായത് ജൂൺ 23 വിളിക്കുന്ന പേര് സമ്മർ സോൾസ്റ്റേസ് എന്നാണ്. അതുപോലെ തന്നെ ഡിസംബർ 22 എവിടെ എത്തുമ്പോഴത്തേക്ക് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ എത്തുന്ന ആ ദിവസത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അറിയപ്പെടുന്ന പേരെന്താണ്, വിന്റർ സോൾസ്റ്റേസ് എന്നാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എന്നാണ് ആ ഡേറ്റ് വെച്ചിട്ട് ചോദിക്കാം. ഇക്വിനോക്സിന്റെ ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. ഇനി അടുത്ത എന്തായിരിക്കാം, വിന്റർ സോൾസ്റ്റേസും സമ്മർ സോൾസ്റ്റേസും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിച്ച് ഓഫ് ദി, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സെഡിമെന്ററി റോക്ക്. അടുത്തതിന് ടൈപ്പ് ഓഫ് റോക്സ് എന്നൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഏതാ, സാൻഡ്സ്റ്റോൺ ആണ്. അപ്പോഴേ സെഡിമെന്ററി റോക്ക് ഏതാണ് ഇതിലുള്ളതിൽ, സാൻഡ്സ്റ്റോൺ ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് റോക്സ് ആണ്. ടൈപ്പ് ഓഫ് റോക്സ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നൊന്നും നമുക്ക് പറഞ്ഞു പോകാനുള്ള സമയമില്ല. നോക്കുക, ടൈപ്പ് ഓഫ് റോക്സ് ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെന്ററി റോക്ക് ആൻഡ് മെറ്റാമോർഫിക് റോക്ക്. അങ്ങനെ 3 തിരിക്കുന്നത്. മാഗ്മ എന്ത് ചെയ്തു, തണുത്തുറഞ്ഞാണ് ഏതുണ്ടാവുന്നത്, ഇഗ്നീഷ്യസ് റോക്ക്. അത് പിന്നെ സെഡിമെന്റ് ആയിട്ട് മാറും. പിന്നെ അതിന്റെ രൂപാന്തരം വന്ന് മെറ്റാമോർഫിക് റോക്ക് ആയിട്ട് മാറും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഓരോന്നും, ഇഗ്നീഷ്യസ് റോക്ക് ഏതൊക്കെയാണ്, സെഡിമെന്ററി റോക്ക് ഏതാണ്, മെറ്റാമോർഫിക് റോക്ക് ഏതാണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡയോറൈറ്റ് ഇതൊക്കെ എന്താണ്, ഇഗ്നീഷ്യസ് റോക്കാണ്. സെഡിമെന്ററി റോക്കിൽ ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ ആൻഡ് ഷെയിൽസ് ആണ് വരുന്നത്. മെറ്റാമോർഫിക് റോക്ക് വരുമ്പോഴത്തേക്ക് മാർബിള്, ഷൈഡ്സ്, അതുപോലെ തന്നെ സ്ലേറ്റ്സ്, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടൊന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ദി സ്റ്റഡി ഓഫ് എർത്ത് കേക്ക്. എർത്ത് കേക്കിനെ പറ്റിയിട്ടുള്ള
സ്റ്റഡിയെ പറയുന്ന പേരെന്താണ്? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഏതാണ്? സീസ്മോളജി ആണ് അല്ലേ? സീസ്മിക് വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? എർത്ത് കേക്കിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനറിയപ്പെടുന്നത് സീസ്മോളജി എന്നാണ്. അതിന്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എർത്ത് കേക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിന് പറയുന്ന പേര്, ആ ഒരു ഫോക്കസിന് പറയുന്ന പേരാണ് ഫോക്കസ് എന്നോ അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്നോ അറിയപ്പെടും. ഇതിൽ നിന്ന് ഉണ്ടാവുന്ന വേവ്സ് സഞ്ചരിച്ച് പെർപെൻഡിക്കുലർ ആയിട്ട് എവിടെ എത്തുന്ന ആ ഒരു നമ്മുടെ എർത്തിന്റെ സർഫസിൽ എത്തുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് എപ്പി സെന്റർ. എന്തെന്ന് പറയും? എപ്പി സെന്റർ. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കി വെക്കാം. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ എർത്ത് കേക്കിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വേവ്സിനെ അറിയപ്പെടുന്ന പേരാണ് സീസ്മിക് വേവ്സ്. ആ സീസ്മിക് വേവ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, ബോഡി വേവ്സും സർഫസ് വേവ്സും. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, രണ്ടായിട്ട് തിരിക്കുന്നു. ബോഡി വേവ്സ് എന്നും സർഫസ് വേവ്സ് എന്നും തിരിക്കുന്നു. അതിൽ ബോഡി വേവ്സിനെ പി വേവ്സ് അല്ലെങ്കിൽ പ്രൈമറി വേവ്സ് എന്നും എസ് വേവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ് എന്നും തിരിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ സർഫസ് വേവ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, റെയിലിംഗ് വേവ്സ് എന്നും ലവ് വേവ്സ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഈ പി വേവിന്റെയും എസ് വേവിന്റെയും കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അത് നിങ്ങൾ നോക്കി വെക്കുക. സർഫസ് വേവ് രണ്ടെണ്ണേ ഉള്ളൂ, അത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പക്ഷെ പി വേവ്സും എസ് വേവ്സിന്റെയും കുറച്ച് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കുക. പി വേവ്സിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇതെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അതായത് ഇതിന്റെ കംപ്രഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിരിക്കും. അതേസമയം എസ് വേവ്സ്, എസ് ഇങ്ങനെ പോകില്ല, വളഞ്ഞു അതേ കണക്ക് നമ്മളെ വാട്ടറിലൊക്കെ ഉണ്ടാകുന്ന വേവ്സിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഈ വേവുകളെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഈ പി വേവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പി വേവ് സോളിഡിലും ലിക്വിഡിലും അതുപോലെ തന്നെ ഗ്യാസസിൽ കൂടെ എന്ത് ചെയ്യും, കടന്നു പോകും. പക്ഷേ ട്രാൻസ്വേഴ്സ് വേവ് വരുമ്പോഴത്തേക്ക് അവ എന്തിൽ കൂടെ മാത്രമേ പോകൂ, സോളിഡിൽ കൂടി മാത്രമേ പോകൂ എന്നുള്ളതും എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോഴതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എസ് വേവ്സിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും പി വേവ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കണക്ക് തന്നെ എസ് വേവിൻ്റെയും പി വേവിൻ്റെയും തമ്മിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എസ് വേവ്സ് എന്ന് പറയുന്നത് സ്ലോവർ ദാൻ പി വേവ് ആണ്. അതേസമയം ഫാസ്റ്റർ വേവ് ആണ് എന്ന് പറയുന്നത് പ്രൈമറി വേവ് അല്ലെങ്കിൽ പി വേവ് എന്ന് പറഞ്ഞാൽ പ്രൈമറി പി വേവ് എന്താണ്, ഫാസ്റ്റർ ആണ്. സെക്കൻഡറി വേവ് ആയിട്ടുള്ളത് എന്താണ്, സ്ലോവർ ആണ് എന്നുള്ളത് പഠിച്ച് വയ്ക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോഴേ എല്ലാവർക്കും നല്ലോണം എക്സാം എഴുതാൻ കഴിയട്ടെ. താങ്ക് യു.